സിയാൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ എന്ന് ലിസ്റ്റ് ചെയ്യും, ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വിലയിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക തുടങ്ങിയ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള വിശദീകരണമാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ളവർ അനേകമാണ്. ഏതാണ്ട് 20,000-ഓളം ഓഹരി ഉടമകളുണ്ട്. അവരുടെ കൈവശം ഈ കമ്പനിയുടെ ഓഹരികളുണ്ട്. ഈ ഓഹരികൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെല്ലാം അൺലിസ്റ്റഡ് ഓഹരികളാണ്. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഓഹരികളാണ് ഇവ. അതുകൊണ്ടാണ് ഇവയെ അൺലിസ്റ്റഡ് ഓഹരികൾ എന്ന് പറയുന്നത്. ഈ അൺലിസ്റ്റഡ് ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നവരൊക്കെ വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ് ഈ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടും എന്നത്. അതിനുവേണ്ടി അവർ നിരന്തരം മുറവിളി കൂട്ടാറുമുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നെങ്കിലും IPO വിപണിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ IPO മുഖേന ഓഹരികൾ സ്വന്തമാക്കാമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷങ്ങൾ ആണുള്ളത്. ഇങ്ങനെ അൺലിസ്റ്റഡ് ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ IPOയിലൂടെ സിയാലിന്റെ ഓഹരികൾ സ്വന്തമാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും ഒക്കെ സ്വപ്നം ഒന്ന് മാത്രമാണ്. അതായത് ഭാവിയിൽ സിയാലിന്റെ ഓഹരികൾ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയാവുന്ന രീതിയിൽ വൻ നേട്ടം ഉണ്ടാക്കിത്തരുന്നതായിരിക്കും എന്ന പ്രതീക്ഷയാണ്. അപ്പോൾ ആ അവസരത്തിന് വേണ്ടിയുള്ള വളരെ വലുതും അതുപോലെ തന്നെ അപൂർവവുമായ അത്തരം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഈ അൺലിസ്റ്റഡ് ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ IPO മുഖേന ഓഹരികൾ സ്വന്തമാക്കാം എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരും. ലിസ്റ്റിംഗ് സംബന്ധമായ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവെ എയർപോർട്ട് ഇൻഡസ്ട്രി, അതായത് എയർപോർട്ട് വ്യവസായം, അതിനെപ്പറ്റി ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തെങ്ങുമായി ആയിരക്കണക്കിനാണ് വിമാനത്താവളങ്ങളുള്ളത്. എന്നാൽ ഈ എയർപോർട്ടുകളുടെയൊക്കെ ഉടമസ്ഥത എന്ന് പറയുന്നത് പലപ്പോഴും അതത് രാജ്യത്തെ ഗവൺമെന്റിൻ്റെതാണ്. എന്നാൽ ഏതാണ്ട് കുറെ കമ്പനികൾ ഈ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പുകാരായിട്ട് അല്ലെങ്കിൽ ഉടമസ്ഥരായിട്ടുണ്ട്. എങ്കിൽ പോലും ഏതാണ്ട് 25ഓളം എയർപോർട്ട് കമ്പനികൾ മാത്രമേ ലോകത്തെങ്ങുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എയർപോർട്ട് കമ്പനികൾ പ്രധാനമായും ഉള്ളത് അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ്. ഇന്ത്യയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് 100ഓളം എയർപോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എയർപോർട്ട് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള എയർപോർട്ടുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വിരളമാണ്. 3, 4 അല്ലെങ്കിൽ 5 വിമാനത്താവളങ്ങൾ മാത്രമാണ് എയർപോർട്ട് കമ്പനികളുടെ ഉടമസ്ഥതയിലുണ്ടെന്ന് പറയാവുന്നത്. ഈ കമ്പനികളിൽ തന്നെ ലിസ്റ്റഡ് എന്ന് പറയാവുന്ന, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എയർപോർട്ട് കമ്പനികൾ എന്ന് പറയുന്നത് കേവലം 2 എണ്ണമാണ്. ഒന്ന് GMR എയർപോർട്ട്സ് ലിമിറ്റഡ് ആണ്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഇതിന്റെ രണ്ടിന്റെയും ഉടമസ്ഥത വഹിക്കുന്ന കമ്പനിയാണ് GMR എയർപോർട്ട്സ് ലിമിറ്റഡ്. ഇതാണ് ലിസ്റ്റഡ് കമ്പനികളിൽ ഒന്ന്. ലിസ്റ്റഡ് കമ്പനികളിൽ മറ്റൊന്നുള്ളത് GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളങ്ങൾ മുംബൈയിലേതും അതുപോലെ തന്നെ ബംഗളൂരുവിലേതും ആണ്. മറ്റ് എയർപോർട്ട് കമ്പനികളിൽ നിന്ന് സിയാലിനെ എങ്ങനെ വ്യത്യസ്തമായി കാണണം? അതിന് ചില കാരണങ്ങളുണ്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആവിർഭാവം തന്നെ, അതിന് തുടക്കം തന്നെ ഒരു വളരെ നൂതനമായ ആശയത്തിൽ നിന്നാണ്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ പൊതുമേഖലയുടെയും അതായത് സർക്കാരിൻ്റെയും പങ്കാളിത്തത്തോടെ ഒരു സംയുക്ത സംരംഭം എന്ന നിലയിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആരംഭിക്കുന്നത്.
ഇങ്ങനൊരു വ്യവസായ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആരംഭിക്കുന്നതിന് ഇന്ത്യയിലെ ബഹുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ ഇന്ത്യക്കാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും, അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, അവരിൽ നിന്നുമൊക്കെ അതിഭീമമായ പിന്തുണയാണ് ലഭിച്ചത്. ആ പിന്തുണയാണ് ഈ വിമാനത്താവളത്തിന്റെ വിജയത്തിന് കാരണമായത്. സംസ്ഥാന സർക്കാരിനാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ 34% ഓഹരി പങ്കാളിത്തം. അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഏറ്റവും വലിയ ഓഹരി പങ്കാളി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്, കേരള ഗവൺമെന്റ് തന്നെയാണ്. ഇതിനൊക്കെ പുറമെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് എടുത്തു പറയാവുന്നത് 2003-2004 സാമ്പത്തിക വർഷം മുതൽ ഇന്നോളം എല്ലാ വർഷവും ഈ കമ്പനിക്ക് അതിന്റെ ഓഹരി ഉടമകൾക്ക് ലാഭവീതം, അതായത് ഡിവിഡന്റ് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത്രയും വർഷവും ഇത് ലാഭത്തിലാണ് പ്രവർത്തിച്ചത് എന്നത് വലിയ കാര്യമാണ്. ഇനി സിയാൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മറ്റ് എയർപോർട്ടുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് കൂടി നോക്കാം. 1999 ജൂണിലാണ് ദമ്മാമിലേക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആരംഭിച്ചുകൊണ്ട് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 30 രാജ്യങ്ങളിലേക്ക് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് ഉണ്ട്. 25ഓളം എയർലൈൻ കമ്പനികൾ, അതായത് വിമാന കമ്പനികൾ ആണ് ഈ സർവീസുകൾ നടത്തുന്നത്. ഈ വിമാനത്താവളത്തിൽ, അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് കൊച്ചിയിലേത് എന്നതത്രേ. ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന നിലയിൽ ആദ്യത്തേതാണെന്ന് മാത്രമല്ല, സോളർ എനർജി, അതായത് സൗരോർജം, പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കിന്റെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്ന് ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാരിൽ 70-75% പേരും കടന്നു പോകുന്നത് കൊച്ചി വിമാനത്താവളത്തിലൂടെയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ ആദ്യമായി ചാർട്ടർ ഗേറ്റുകൾ തുടങ്ങുന്നത് കൊച്ചിയിലാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ബിസിനസ് ജെറ്റുകൾക്ക് മാത്രമായുള്ള ടെർമിനൽ ആദ്യമായി ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച എന്ന് പറയാൻ സാധ്യമല്ലെങ്കിലും ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നെന്ന് പദവി നേടാൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് സാധിച്ചിട്ടുണ്ട്. ഈ പദവി സമ്മാനിച്ചിട്ടുള്ളത് എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ എന്ന ഏജൻസിയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ കമ്പനിക്ക് 3 ഉപസ്ഥാപനങ്ങൾ, സബ്സിഡിയറികൾ ഉണ്ട് എന്നതാണ്. പ്രധാനപ്പെട്ട സബ്സിഡിയറികളിൽ ഒന്ന് സിയാൽ ഡ്യൂട്ടി ഫ്രീ ആൻഡ് റീറ്റെയിൽ സർവീസസ് ലിമിറ്റഡ്, മറ്റൊരു സബ്സിഡിയറി സിയാൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. സിയാൽ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ് എന്നൊരു സബ്സിഡിയറി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനുണ്ട്. ഈ 3 സബ്സിഡിയറികളും മാതൃസ്ഥാപനത്തെ പോലെ തന്നെ, അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ പോലെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഉപസ്ഥാപനങ്ങളാണ്. ഇനി ലിസ്റ്റിംഗ് സംബന്ധമായ ഡീറ്റെയിൽസ് വിശദീകരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിലൊന്ന് ഫിനാൻഷ്യൽസ് ആണ്, അതായത് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഫിനാൻഷ്യൽസിലേക്ക് കടക്കുന്നതിന് മുമ്പോൾ ഓർക്കേണ്ടത് കമ്പനിക്ക് നിലവിലുള്ള ഓഹരി ഉടമകൾ എന്ന് പറയുന്നത് 20,000-ഓളം മാത്രമാണ് എന്നതാണ്. 2002-2003 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആദ്യമായി ലാഭത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ തൊട്ട് പിറ്റേ വർഷം തൊട്ട് തന്നെ, അതായത് 2003-2004 സാമ്പത്തിക വർഷം തൊട്ട് തന്നെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകാൻ കഴിഞ്ഞുവെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. 2024-25 അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നേടിയ അറ്റാദായം
അതായത് എല്ലാ നികുതികളും കഴിച്ചുള്ള ലാഭം എന്ന് പറയുന്നത് 489.85 കോടി രൂപയായിരുന്നു. ഇതേ തുടർന്ന് 50% ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാഭവിഹിതമായി നൽകാൻ കഴിഞ്ഞത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആലോചനയിലുള്ളത്. കമ്പനി വിഭാവനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർനാഷണൽ ടെർമിനലിന് തൊട്ടു മുമ്പിലായി വലിയൊരു ബൃഹത്തായൊരു കൊമേഴ്സ്യൽ സോൺ ആരംഭിക്കുക എന്നതാണ്. മൾട്ടിപ്ലക്സുകളും എക്സിബിഷൻ സെന്ററുകളും മറ്റും അടങ്ങിയ വലിയൊരു കൊമേഴ്സ്യൽ സോൺ ആണ് ആലോചനയിലുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ സിറ്റി ഹോട്ടൽ പ്രോജക്റ്റും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വിഭാവനം ചെയ്യുന്നുണ്ട്. ചേരാനെല്ലൂരിലെ ആസ്റ്റർ മെഡിസിറ്റിക്ക് സമീപം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് ഏതാനും ഏക്കർ സ്ഥലമുണ്ട്. അവിടെയാണ് വലിയ തോതിലുള്ള ഒരു ഹോട്ടൽ സിറ്റി പ്രോജക്റ്റ് ആരംഭിക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനി ലിസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ എന്നാണ് ലിസ്റ്റിംഗ് ഉണ്ടാവുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. 2015 അന്ന് ചേർന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഓഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗത്തിൽ 5000-ഓളം ഓഹരി ഉടമകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് എത്രയും വേഗം എയർപോർട്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യണം എന്നതായിരുന്നു അവർ ഉന്നയിച്ച ആവശ്യം. ആ യോഗത്തിൽ ആധ്യക്ഷം വഹിച്ച അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ലിസ്റ്റിംഗ് സംബന്ധിച്ച നടപടികൾ തീർച്ചയായും ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നെ ഗവൺമെന്റുകൾ മാറി ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടും ലിസ്റ്റിംഗ് സംബന്ധിച്ച ഒരു നടപടികളും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ലിസ്റ്റിംഗ് നടപടികൾ താമസിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഈ എയർപോർട്ടിന്റെ ഭരണ സമിതി തന്നെയാണ്. അതായത് ഭരണസമിതിയുടെ ഘടന, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഘടന എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മുഖ്യമന്ത്രിയാണ്, മാറി മാറി വരുന്ന മുഖ്യമന്ത്രിമാരാണ് എയർപോർട്ട് ലിമിറ്റഡിന്റെ ചെയർമാൻമാരാകുന്നത്. അതുപോലെ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ ഡയറക്ടർമാരാകും. എറണാകുളം ജില്ലാ കളക്ടറായിരിക്കും മാനേജിംഗ് ഡയറക്ടർ. ഭരണസമിതിയുടെ ഈ പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരുടെ നിയന്ത്രണത്തിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എക്കാലത്തും എന്നാണ്. ഈ ഒരു സംവിധാനം മാറാതെ, അതായത് രാഷ്ട്രീയ യജമാനന്മാർ മാറിയതിനു ശേഷം പ്രൊഫഷണലുകളായ ഡയറക്ടർമാര് അധികാരം ഏൽക്കുന്ന കാലം വരെ ലിസ്റ്റിങ്ങിനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കും. എന്നാൽ ഏതെങ്കിലും കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓഹരികൾക്കുണ്ടാകുന്ന വലിയ വില പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ധാരാളമായി ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം അനൗദ്യോഗിക വിപണിയിൽ, അതായത് ഗ്രേ മാർക്കറ്റിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ വലിയ തോതിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്നുണ്ട്. 600-700 രൂപ നിലവാരത്തിലാണ് ഈ ഇടപാടുകൾ എന്നാണ് അറിയുന്നത്. എന്നാൽ ഇതിലൊരു അപകടമുള്ളത്, അൺലിസ്റ്റഡ് ഓഹരികൾ സ്വന്തമാക്കിയാലും അവ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ വില ലഭിക്കണമെന്നില്ല. അടുത്ത കാലത്തുണ്ടായ പല അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇപ്പോൾ അൺലിസ്റ്റഡ് ഷെയറുകൾ വാങ്ങുന്നവർ അത് ബുദ്ധിപൂർവമാണോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു വിദൂര സ്വപ്നമാണ്. ഇപ്പോഴത്തെ വില അന്നുണ്ടാകുമോ എന്നുള്ളതും നിശ്ചയമില്ലാത്ത കാര്യമാണ്. ഒരു സൂചന കൂടി നമുക്ക് ഓർക്കാം. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികളുടെ വില ഒന്ന് നോക്കാം. GMR എയർപോർട്ട് ലിമിറ്റഡിന്റെ ഓഹരി വില എന്ന് പറയുന്നത് 100 രൂപയിൽ താഴെ മാത്രമാണ്. GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ലിസ്റ്റഡ് കമ്പനിയുടെ വിലയാകട്ടെ 5 രൂപയിൽ താഴെ മാത്രവും. ഈ സാഹചര്യത്തിൽ അൺലിസ്റ്റഡ് ഷെയറുകൾ സ്വന്തമാക്കാൻ കാണിക്കുന്നതിലെ തിടുക്കം അത്ര ബുദ്ധിപൂർവമാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്.